സഞ്ജു സാംസൺ വീണ്ടും ക്യാപ്റ്റൻസിയിലേക്ക് വരുമെന്നുള്ള ഒരു വാർത്ത പുറത്തു വന്നിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില അപ്ഡേറ്റുകൾ പങ്കെടുക്കുന്നതാണ് ഈ വീഡിയോ. അപ്പം നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. അപ്പം സഞ്ജു സാംസണെ കുറിച്ച് പറയുവാണെങ്കിൽ വേൾഡ് കപ്പിലെ മാൻ ഓഫ് ദി സീരീസ് ആയിരുന്ന വ്യക്തി അയർലൻഡ് പരമ്പരയെ 2 മത്സരങ്ങളിൽ പരാജയപ്പെട്ടു. അപ്പം ആ ഒരു കാരണം കൊണ്ട് അദ്ദേഹത്തിന് ഇംഗ്ലണ്ട് പരമ്പരയിൽ എടുത്തിട്ടില്ല. ആദ്യത്തെ മത്സരം കളിച്ചു, അതിനകത്ത് ആ റിസൾട്ട് ഇല്ല, മഴ ആയതുകൊണ്ട് അത് റിസൾട്ട് ഇതായിപ്പോയി. ബാക്കിയുള്ള 3 മത്സരങ്ങളിലും പുള്ളിനെ മാറ്റി നിർത്തിയിട്ട് ലാസ്റ്റ് കളി കളിപ്പിച്ചു. എന്തുകൊണ്ട്? അയർലൻഡില് ഉള്ള കളിയിൽ പുള്ളി പെർഫോം ചെയ്തു. 2 മത്സരങ്ങളിൽ അങ്ങനെ നോക്കുവാണെങ്കിൽ പുള്ളി വേൾഡ് കപ്പിൽ മാൻ ഓഫ് ദ സീരീസ് ആയിരുന്നു. അതെ, കണ്ടിന്യൂസ് ആയിട്ട് 3 മത്സരങ്ങൾ കളിച്ച് ഇന്ത്യനെ വിജയത്തിലേക്ക് എത്തിച്ച പുള്ളിയാണ്. അപ്പൊ ആദ്യത്തെ കളി വേൾഡ് കപ്പിൽ തന്നെ ആദ്യത്തെ ഒരു കളിയിലൊക്കെ പുള്ളി ഇച്ചിരി ഡൗൺ ആയി പോയിട്ടുണ്ടെങ്കിലും പിന്നെ പുള്ളി തിരിച്ചു വന്നു. പക്ഷെ അയർലൻഡായിട്ട് ഒന്ന് കമ്പയർ ഇപ്പൊ ഞാൻ പറയട്ടെ, അങ്ങനെ നോക്കുവാണെങ്കിൽ അയർലൻഡായിട്ടുള്ള പരമ്പരയില് ഇവരെ ആരാണ് കളിച്ചത്? അതെ, അയർലൻഡ് സമ്പൂർണ്ണ പരാജയമല്ല ഇന്ത്യൻ ടീം. അത് ഇന്ത്യൻ ടീം അത് വേൾഡ് കപ്പ് എടുത്തിട്ട് വന്ന് അവിടെ പോയി കളിച്ച് തീർന്നു. ഈ ശ്രേയസ് അയ്യരൊക്കെ ക്യാപ്റ്റൻസിയിലേക്ക് വന്നത് തന്നെ അടിസ്ഥാനത്തിൽ മാനദണ്ഡം മനസ്സിലാവുന്നില്ല. അതായത് ആ IPL കുറച്ച് പെർഫോം ചെയ്ത് അതിന്റെ ബേസിസിൽ പുള്ളി ക്യാപ്റ്റനായി. പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട, അയർലൻഡായിട്ട് പൊട്ടി പാളീസായി നിന്നിട്ടും വീണ്ടും അതേ ഒരു പാറ്റേൺ തന്നെ പിടിച്ച് കളിക്കാൻ നോക്കി. പക്ഷേ അതേ പാറ്റേൺ പിടിക്കുന്നത് ഒപ്പം തന്നെ സഞ്ജു സാംസണെ പുറത്താക്കി. ആ ഒരു ഇതും വെച്ച് സഞ്ജു സാംസണെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സഞ്ജു സാംസൺ എപ്പോഴൊക്കെ വീണ് പോയിട്ടുണ്ടോ പിന്നീട് അയാളെ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറഞ്ഞാൽ അതെ പിന്നെ ഒരു സെഞ്ചുറി അടിച്ചാണ് പുള്ളി ഉയർത്തെഴുന്നേൽക്കുന്നത്. അത് 2 സെഞ്ചുറി അടിച്ച് വേൾഡ് കപ്പിൽ തന്നെ 2 സെഞ്ചുറി അടിക്കേണ്ടായിരുന്നു. വ്യത്യാസത്തില് പോയി. അപ്പോ അദ്ദേഹത്തിലെ ഈ IPL സമയത്ത് വരെ അദ്ദേഹമാണ് അടുത്ത ക്യാപ്റ്റൻ എന്നുള്ള ഒരു രീതിയിൽ നല്ല രീതിയിലുള്ള ടോക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അത് വെട്ടിക്കൊണ്ട് നോർത്ത് ഇന്ത്യൻ ലോബീസിന്റെ ആ പ്രശ്നം ഇതുകൊണ്ട് ശ്രേയസ് അയ്യർ തന്നെ ക്യാപ്റ്റനാക്കി. അപ്പം ഇങ്ങനെ നോക്കുവാണെങ്കിൽ ശ്രേയസ് അയ്യറിനെ അടുത്ത കളിയിൽ നിന്നും മാറ്റി നിർത്തണമല്ലോ. തീർച്ചയായും ഈ അജണ്ട സഞ്ജു സാംസന്റെ മേഖല മാത്രമേ അവർ ചെയ്യുന്നുള്ളൂ. അതെ, സഞ്ജുവിനെ 2 കളി പെർഫോം ചെയ്തില്ലെങ്കിൽ പുള്ളിനെ ഔട്ടാക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഈ വേൾഡ് കപ്പ് ഒക്കെ എടുക്കാൻ കാരണമായ ഒരു മനുഷ്യൻ. അതെ, അദ്ദേഹത്തിന് ചാൻസ് കൊടുക്കണ്ടല്ലോ. അതെ, ചാൻസ് കൊടുക്കണം. ഇപ്പൊ നമ്മൾ പറയുന്നത് അദ്ദേഹം ഫോമൗട്ടായി വർഷങ്ങളോളം ഫോമൗട്ടായി നിൽക്കുന്നതിന് പിന്നെയും പിടിച്ച് കയറ്റുന്ന രീതിയിലല്ല സംസാരിക്കുന്നത്. വെറും 2 കളികൾ അയർലൻഡ് ആയിട്ടുള്ള കളിയിൽ അദ്ദേഹത്തിന് പെർഫോം കാഴ്ചവെക്കാൻ സാധിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പൊസിഷൻ മാറ്റി കളി നോക്കുക. പൊസിഷൻ മാറ്റി നോക്കുകയാണെങ്കിൽ 3rd പ്ലേസിൽ ഇറക്കാം. അങ്ങനെയൊക്കെ രീതിയിൽ നോക്കേണ്ട ഒരു കംപ്ലീറ്റ് ആയിട്ട് പുള്ളിനെ മാറ്റുക. ആ സമയത്തും തിലക് വർമ്മയെ പോലുള്ള താരങ്ങൾ അവിടെ നിൽക്കുന്നു. അത് കഴിഞ്ഞുള്ള 3 മത്സരങ്ങൾ, ഇംഗ്ലണ്ടായിട്ടുള്ള 3 മത്സരങ്ങളിൽ പോലും ഒരു കളിയിൽ പോലും അദ്ദേഹത്തിന് ഇറക്കാൻ പറ്റിയിട്ടില്ല. അപ്പം ആദ്യ 2 കളിയിൽ തോറ്റപ്പോ തന്നെ 3ാമത്തെ കളിയിലെങ്കിലും ഇറക്കണ്ടായിരുന്നു. നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷെ അന്നപ്പോഴും വൈഭവ് സൂര്യവംശി ഇറക്കി പരാജയം എന്ന് പറഞ്ഞ ഒരു പക്വത ഇല്ലാത്ത കളിയാണ് ഇപ്പൊ നടത്തുന്നത്. അറ്റാക്കിംഗ് സ്റ്റൈല് ഓപ്പണേഴ്സ് സാധാരണ അറ്റാക്കിംഗ് സ്റ്റൈലാണ് ചെയ്യേണ്ടത്. പക്ഷെ പുള്ളി എന്ന് പറഞ്ഞ എല്ലാ ബോളുകളും ഇതിപ്പം എല്ലാ ബോളുകളും പുള്ളി നോക്കുന്നത് അടിക്കാൻ വേണ്ടി നോക്കുന്നത്. ആ ഒരു ശൈലി ഒരിക്കലും IPL വേറെ. അതെ, ചിലപ്പോ ഇന്ത്യൻ ഗ്രൗണ്ടിൽ നടക്കും. ഇന്റർനാഷണൽ കളിക്കുമ്പോൾ അവിടുത്തെ ഗ്രൗണ്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ പരിപാടി നടക്കത്തില്ല. ക്ലബ്ബ് വേറെ, ഇത് അതും IPL-ലാണെങ്കിൽ എല്ലാ ഗ്രൗണ്ടുകളും തന്നെ ബാറ്റിംഗ് പിച്ചുകളാണ്. ബൗളർമാർക്ക് അവിടെ ഒരു സ്ഥാനമില്ല. ഇവിടെ ഇപ്പൊ ചെന്ന് കഴിഞ്ഞപ്പോ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള പോലും അടി കിട്ടിയതാ. അപ്പൊ ബാലൻസ്ഡ് ആയിട്ടുള്ള പിച്ച് ചെന്ന് കഴിഞ്ഞപ്പോ അവിടെ ആ പ്രശ്നം അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഏകദിനത്തിൽ ആദ്യത്തെ മത്സരത്തിൽ ജയിക്കുകയും ചെയ്തു. ഇനിയിപ്പം സഞ്ജു സാംസണെ ടീമിൽ ഉൾപ്പെടുത്തുക, ഇപ്പം സഞ്ജു സാംസണെ വേൾഡ് കപ്പ് കഴിഞ്ഞപ്പോൾ സഞ്ജു സാംസണെ ക്യാപ്റ്റൻ ആക്കുക എന്നുള്ള രീതിയിൽ നിന്ന് സഞ്ജു സാംസണെ ടീമിൽ എടുക്കുക എന്നുള്ള അവസ്ഥയിലേക്ക്. ഏഷ്യൻ ഗെയിംസിന്റെ ടീമിലുണ്ട്, പക്ഷെ സിംബാബ്വെ പര്യടനത്തിൽ പുള്ളിനെ ഒഴിവാക്കി. അത് സിംബാബ്വെ പര്യടനത്തിന് ഒഴിവാക്കാൻ ഒരു കാരണം ഏഷ്യൻ ഗെയിംസിലേക്ക് അദ്ദേഹത്തിനെ തെരഞ്ഞെടുത്തു. അത് വേണമെങ്കിൽ നമുക്ക് വെക്കാം. പക്ഷെ അങ്ങനെ പറയാൻ പറ്റത്തില്ല. അദ്ദേഹത്തെ ഏതോ മിശ്രമം അനുവദിച്ചെന്നാണ് ഗംഭീർ അഭിപ്രായപ്പെട്ടതിനെ പറ്റി. എന്തായാലും ഇവര് കാരണങ്ങൾ കണ്ടെത്തുക, പുള്ളിനെ ഒഴിവാക്കുക, അതൊരു ഹോബി ആയിട്ട് മാറിയേക്കുവാണ്. ഇപ്പൊ അങ്ങനെ നോക്കുവാണെങ്കിൽ ഗംഭീർ വേൾഡ് കപ്പിൽ എടുത്തു എന്നുള്ള രീതിയിൽ നിലക്കെ വേൾഡ് കപ്പിൽ അതെങ്ങനെ സംഭവിച്ചു പോയതാണ്. പുള്ളിയെ തിരിച്ച് പിന്നെ അയർലൻഡായിട്ടുള്ള പര്യടനത്തിൽ 2 കളി തോറ്റു വെക്കുകയാണ്. സമ്പൂർണ്ണ പരാജയം. ഇനിയിപ്പം ശ്രേയസ് അയ്യരെ മിക്കവാറും മാറ്റും. അതിനുള്ള ഒരു സാധ്യത തന്നെ കാണുന്നുണ്ട്. ഇനിയും ശ്രേയസ് അയ്യറിനെ വെച്ചാണ് അവർ നോക്കുന്നുണ്ടെങ്കിൽ
അത് വലിയൊരു അതെ വലിയൊരു ചർച്ചാ വിഷയമായി പോകും. ചർച്ച വിഷയമായി. കാരണം സഞ്ജു സാംസണിന്റെ 2 കളിയിലെ പെർഫോമൻസ് ഔട്ട് ഓഫ് പെർഫോമൻസ് ആയി പറഞ്ഞ് മാറ്റി നിർത്തിയിട്ട് ഇപ്പം ശ്രേയസ് അയ്യറിനെ ആ ഒരു പരാജയം അത് കണക്കിലെടുത്ത് മാറ്റി നിർത്തിയില്ലേറ്റുണ്ടെങ്കിൽ അത് ഒരു ഗെയിം പ്ലാൻ ഉണ്ട് അവർക്കുള്ളിൽ ലോബി അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഈ സിംബാബ്വെ പര്യടനത്തിന് ശേഷം സഞ്ജു സാംസൺ ക്യാപ്റ്റനായിട്ട് തിരിച്ചു വരും എന്നുള്ളൊരു പ്രതീക്ഷ, ആ ഒരു രീതിയിലുള്ള ഒരു ടോക്ക് വന്നിട്ടുണ്ട്. പ്രമുഖ ന്യൂസ് ചാനലുകളിലൊക്കെ ചർച്ച വന്നിട്ടുണ്ട്. അതായത് നമുക്ക് ഇപ്പം ടോക്സുകൾ ഒരുപാട് വരും, റൂമേഴ്സ് ഒരുപാട് വരും. സഞ്ജു സാംസന്റെ കാര്യമാകുമ്പോൾ കൂടുതൽ വരും. കാരണം റീച്ച് കിട്ടുന്ന ഒരു മേഖലയാണ് സഞ്ജു സാംസന്റെ മേഖല. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ശുഭപ്രതീക്ഷ വെക്കാൻ സാധിക്കുമെന്നാണ് തോന്നുന്നത്.